ക്ഷമിക്കണം, ഞാനൊരു പ്രണയലേഖനം എഴുതുകയായിരുന്നു. ഇത് ആർക്ക് കൊടുക്കണമെന്നും തീരുമാനിച്ചിട്ടില്ല. ആരാണ് വായിക്കാൻ തയ്യാറുള്ളതെന്ന് വെച്ചാൽ അവർക്ക് കൊടുക്കും. പ്രണയത്തിന് പിന്നെ പ്രായമൊന്നുമില്ലല്ലോ. കണ്ണില്ല, മൂക്കില്ല, ബെല്ലില്ല, ബ്രേക്കില്ല. പ്രണയലേഖനങ്ങൾ എഴുതി തുടങ്ങുന്നത് ഞാൻ പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന കാലഘട്ടത്തിലാണ്. നിർഭാഗ്യവശാൽ ആ പ്രണയലേഖനങ്ങളൊന്നും എൻ്റെ കാമുകിക്ക് എഴുതിയതല്ലായിരുന്നു, വേറൊരാൾക്കാണ്. എന്നുവെച്ചാൽ എൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്തിന് ഞങ്ങളുടെ നാട്ടിലെ അതിസുന്ദരിയായ ഒരു പെൺകുട്ടിയോട് കലശലായ പ്രണയം തോന്നി. അവളെ നാട്ടിലുള്ള മറ്റ് പലരും പ്രണയിക്കുന്നുണ്ടായിരുന്നു. അത് അവൾക്കും അറിയാം. അതുകൊണ്ട് തന്നെ സാമാന്യം തരക്കേടില്ലാത്ത ചെറിയൊരു അഹംഭാവത്തോടു കൂടിയാണ് ആ പെൺകുട്ടി നടന്നിരുന്നത്. എൻ്റെ സുഹൃത്താണെങ്കിൽ 10ാം ക്ലാസ് തോറ്റ പുള്ളിയാണ്. അവളുടെ കാമുകന്മാരുടെ ലിസ്റ്റിൽ ഡിഗ്രിക്കാരും എം എക്കാരും ഒക്കെ ധാരാളമുണ്ട്. അങ്ങനെയുള്ളപ്പോൾ 10ാം ക്ലാസ് തോറ്റ എൻ്റെ സുഹൃത്ത് അവളെ പ്രണയിക്കാൻ ശ്രമിക്കുന്നത് വലിയൊരു സാഹസമല്ലേ എന്നെനിക്ക് തോന്നിയിരുന്നു. അവനെന്നോട് ആദ്യമായിട്ട് ഇക്കാര്യം പറഞ്ഞപ്പോൾ ഇതൊക്കെ പറഞ്ഞ് ഞാൻ അവനെ നിരുത്സാഹപ്പെടുത്തുകയും ചെയ്തു. പക്ഷെ അവൻ പിന്മാറാനുള്ള യാതൊരു ഭാവവും ഇല്ലായിരുന്നു. അവനെന്നോട് പറഞ്ഞു, നിൻ്റെ ഉപദേശമൊന്നും വേണ്ട, അവളുടെ സ്നേഹം എനിക്ക് കിട്ടിയില്ല എങ്കിൽ ഈ ജീവിതത്തിന് യാതൊരു അർത്ഥവുമില്ല. അവളുടെ കൂടെ ജീവിക്കാൻ സാധിച്ചില്ലെങ്കിൽ ഞാൻ മരിക്കും എന്ന് പറഞ്ഞു. ഉപദേശമല്ല എനിക്ക് വേണ്ടത്, ആ പെൺകുട്ടിയുടെ കരളലിയിക്കുന്ന ഒരു കത്ത് നീ എനിക്ക് എഴുതിത്തരണം എന്നവൻ വികാരാധീനായി പറഞ്ഞു. അത്രയും കേട്ടപ്പോൾ അന്നത്തെ എൻ്റെ ബുദ്ധിയിൽ എനിക്ക് മറ്റു വഴികളൊന്നുമില്ലായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ഒരു പെൺകുട്ടിയുടെ കരളിലിയിക്കുന്ന കത്ത് എങ്ങനെയാണ് എഴുതുക? ജീവിതത്തിലെ ആദ്യത്തെ വെല്ലുവിളിയായിരുന്നു അത്. ഞാൻ എഴുതാൻ പോകുന്ന കത്തിലാണ് എൻ്റെ സുഹൃത്തിൻ്റെ ജീവൻ കിടന്നാടുന്നത് എന്ന സത്യം എന്നെ തുറച്ചു നോക്കി. ഉറങ്ങാത്ത രാത്രികൾ പകലുകളാക്കി ഞാൻ പിന്നെയും പിന്നെയും ആലോചിച്ചു. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ പ്രേമലേഖനം എന്ന് പറയുന്ന പുസ്തകവും എസ്.കെ. പൊറ്റക്കാടിൻ്റെ നാടൻ പ്രേമവും മറ്റ് പ്രണയകഥകളും വീണ്ടും എടുത്ത് വായിച്ചു. പെട്ടെന്ന് എനിക്കൊരാശയം തോന്നി. ഈ പുസ്തകങ്ങളിലുള്ള സാഹിത്യ ഭംഗിയുള്ള വാചകങ്ങൾ അടുക്കി അടുക്കി വെച്ച് നല്ല മനോഹരമായ ഒരു പ്രണയലേഖനം ഉണ്ടാക്കിയാലോ, അങ്ങനെ അവളെ ഒന്ന് ഞെട്ടിച്ചാലോ എന്ന്. പക്ഷെ പെട്ടെന്ന് തന്നെ എനിക്ക് മനസ്സിലായി അത് അപകടമാണ്. 10ാം ക്ലാസ് തോറ്റ എൻ്റെ സുഹൃത്താണ് അത് എഴുതിയത് എന്ന് അവൾ ചിലപ്പോൾ വിശ്വസിച്ചില്ല എന്ന് വരും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യും? പിന്നെയും ആലോചിച്ചു. ഐഡിയ കിട്ടി. എന്തായിരുന്നു ഐഡിയ? ഞാൻ എൻ്റെ സുഹൃത്തിനെ എൻ്റെ മനസ്സിലേക്ക് ആവാഹിച്ചെടുത്തു. അവൻ്റെ കുറ്റങ്ങളും കുറവുകളും എൻ്റെ കുറ്റങ്ങളും കുറവുകളുമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ ശ്രമിച്ചു. പിന്നെ അധികമൊന്നും എനിക്ക് ആലോചിക്കേണ്ടി വന്നില്ല. ഞാൻ എഴുതി.